ഹായ് ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം അങ്കമാലി അച്ചായൻ. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അങ്കമാലി നാടൻ കോഴിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അങ്കമാലിയിൽ തേങ്ങ പിഴിഞ്ഞിട്ടുള്ള തേങ്ങാപ്പാലിൽ വെക്കുന്ന അങ്കമാലി മാങ്ങാക്കറി പോലെ നമ്മൾ അങ്കമാലി നാടൻ കോഴിക്കറി വെക്കുന്ന ഒരു രീതി നിങ്ങളൊന്ന് കാണിച്ചു. ആദ്യമേ നമ്മൾ ഒരു പാത്രത്തിൽ ചൂടുവെള്ളം എടുക്കുക. ആ ചൂടുവെള്ളം തിളപ്പിക്കുക. ചൂടുവെള്ളം തിളപ്പിച്ച് കോഴീനെ അതിൽ മുക്കിയിട്ടാണ് ഇതിൻ്റെ തൂവൽ പറിച്ച് കളയുന്നത്. തൂവൽ പറിച്ച് കളയാണ്, സ്കിന്ന് കളയല്ല. അപ്പോൾ തൂവൽ പറിക്കുന്ന രീതിയാണ് ഈ കാണുന്നത്. തൂവൽ പറിച്ചിട്ട് നമ്മൾ കോഴീനെ പീസാക്കി എടുക്കും. ഒരു ഭാഗത്ത് കോഴി പീസാക്കി എടുക്കുന്നു. സ്കിന്ന് കളയാതെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ കോഴീനെ പീസാക്കി എടുത്തിട്ട് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സബോള, ഉള്ളി, കൊച്ചുള്ളി ഇതെല്ലാം അരിഞ്ഞെടുക്കണം. കുറച്ച് വെളുത്തുള്ളി എടുത്തോ, ടേസ്റ്റിന് നല്ലതാണ്. അങ്ങനെ ഇതെല്ലാം കൂടി നമ്മൾ കൂടുതൽ കോഴി 2-3 കോഴി ഉണ്ട് നമുക്ക്. അപ്പോൾ ആ കോഴിയെല്ലാം വേവാൻ വേണ്ടിയിട്ട് വലിയൊരു ഉരുളി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇതെല്ലാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ ഉരുളിയിലിട്ട് നമ്മൾ ചൂടാക്കി. ചെറുതായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ കാശ്മീരി മുളക് പൊടി, അതുപോലെ ചിക്കൻ മസാല, ഒരു തണ്ട് കറുകപ്പട്ട, അതുപോലെ ഒരു നുള്ള് വലിയ ജീരകം ചതച്ചിടുക, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, മല്ലിപ്പൊടി ആവശ്യത്തിന്. അത് നമ്മൾ എടുക്കുന്ന കോഴിയുടെ ക്വാണ്ടിറ്റി തൂക്കം അനുസരിച്ചാണ് ചെയ്യുന്നത്. ഞാനിവിടെ ഒരു 3-3.5 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1.5 സ്പൂൺ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേരുവകളാണ്. അത് നമ്മൾ അതിലിട്ട് ചൂടാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ മുറിച്ച് വെച്ചിരിക്കുന്ന കോഴി കഷ്ണങ്ങൾ നമ്മൾ അതിനകത്തേക്ക് ഇടുക. അതിനുശേഷം നമ്മളൊരു 3 തേങ്ങ ആദ്യം 1 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ആ പാല് നമ്മൾ മാറ്റി വെച്ചു. പിന്നെ രണ്ടാമത് നമ്മൾ വെള്ളം ഒഴിച്ച് ഒരു 1.5-2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ പിഴിഞ്ഞ് എടുത്ത പാലിലാണ് നമ്മൾ ആദ്യമേ ഈ കോഴി വേവിക്കുന്നത്. കോഴി വെന്ത് ഏകദേശം ഒരു 70% വേവായി കഴിയുമ്പോൾ നമ്മൾ ഉരുളൻകിഴങ്ങ് പീസാക്കി, ഒരു ചെറുതരം പീസ് എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വരുന്ന, വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ വരുന്ന പീസിൽ ഉരുളൻകിഴങ്ങ് നുറുക്കിയിട്ട് നമ്മൾ ഉരുളൻകിഴങ്ങ് ഒരു ഇത്രയും കോഴിക്ക് ഒരു 1/2 കിലോ ഉരുളൻകിഴങ്ങ് എങ്കിലും നമ്മൾ ഇതിൽ ചേർക്കും. ഉരുളൻകിഴങ്ങ് വലിയ പീസാക്കിയിട്ടിട്ട് ആ രണ്ടാം പാലിൽ കിടന്നിട്ട്, ഈ തേങ്ങാപ്പാലിൽ കിടന്നിട്ട് ഈ കോഴിയും ഉരുളൻകിഴങ്ങും വെന്തതിന് ശേഷം ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ വേവ് വരും. നല്ല മൂത്ത കോഴിയല്ലേ, അപ്പോൾ നാടൻ കോഴി ആയതുകൊണ്ട് നല്ല മൂപ്പാണ്. അത് വെന്ത് ഉരുളൻകിഴങ്ങ് ഞെങ്ങുന്ന പാകമായി കഴിയുമ്പോൾ ഏകദേശം കോഴിയുടെ വേവും ശരിയായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഈ ആദ്യം മാറ്റിവെച്ച പാല് അരിച്ചൊഴിക്കുക. തേങ്ങയുടെ ഒന്നും വീഴരുത്, അത് ഒഴിക്കുക. അതുപോലെ ആദ്യത്തെ നമ്മൾ അരിച്ചാണ് ഒഴിച്ചിരിക്കുന്നത്, അതുപോലെ തന്നെ തേങ്ങാപ്പാൽ അരിച്ചൊഴിക്കുക. അത് കഴിഞ്ഞ് തള വരുമ്പോൾ നമുക്ക് ഈ കോഴിക്കറി ഇറക്കി വയ്ക്കാം. അതിനകത്ത് നമ്മൾ താളിച്ചൊഴിക്കുക. അടിപൊളി കോഴിക്കറി ആയിരിക്കും. ഇപ്പോൾ അതിനുശേഷം ഇത് എൻ്റെ ചേട്ടനാണ് ഇരുന്ന് കോഴിക്കറി കൂട്ടുന്നത്. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.